എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSൻ്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സുകളിലേക്കുള്ള അപേക്ഷകർ സമർപ്പിച്ച അപേക്ഷയിൽ അക്സെപ്റ്റഡ് ഡേറ്റ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ 9 കറക്റ്റ് ചെയ്യേണ്ടതാണ്. അക്സെപ്റ്റഡ് ഡേറ്റ നോക്കാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. അത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ എന്ത് ചെയ്യുക, പോവുക. എന്നിട്ട് ടോപ്പിൽ 3 ലൈൻസ് കാണും ലെഫ്റ്റ് സൈഡിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്റ്റർ ID, പാസ്വേഡൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ താഴെ അക്സെപ്റ്റഡ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വ്യൂ അക്സെപ്റ്റഡ് ഡേറ്റ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ടൈമിൽ കൊടുത്ത ഫുൾ ഡീറ്റെയിൽസ് അതിൽ കാണുന്നുണ്ടാവും. റിമാർക്സ് ഉണ്ടെങ്കിൽ റിമാർക്സ് എന്ന് പറയുന്ന കോളത്തിൽ കാണാൻ സാധിക്കും. റിമാർക്സ് ഒന്നും ഇല്ലെങ്കിൽ നിൽ എന്നുണ്ടാവും. നോർമലി എന്താണ് കൺഫേം ഓപ്ഷൻ ഇവിടെ കാണേണ്ടതാണ്, പക്ഷേ കൺഫേം ഓപ്ഷൻ ഇല്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക. കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എറർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. കൺഫേം എന്ന ഓപ്ഷൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ കൺഫേം ഓപ്ഷൻ കൊടുക്കാവൂ. ഇപ്പോഴല്ല, കൺഫേം ഓപ്ഷൻ വരുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. റിമാർക്സ് നില്ലെന്ന് ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം എന്താണെന്നത്. അപ്പോൾ LBS ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷനിൽ അവർക്ക് തെറ്റൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റിമാർക്സ് നില്ലെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാതിരിക്കുന്നത്, നിങ്ങൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്യണം. നിങ്ങൾ വെരിഫൈ ചെയ്യുമ്പോൾ എറർ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾ അതിന് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റിമാർക്സ് നില്ലാണ്, പക്ഷേ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തപ്പോൾ എററുണ്ട് എങ്കിലും നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാം. അതിനു വേണ്ടിയാണ് റിമാർക്സ് ഇഫ് എനി എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഓപ്ഷനിൽ നിങ്ങൾ കണ്ടുപിടിച്ച എറർ എന്താണെന്ന് മെൻഷൻ ചെയ്ത് അതിന് നിങ്ങൾ സേവ് ചെയ്യണം. ഇനി ഓൾറെഡി റിമാർക്ക് ഉള്ളവർ കാര്യമാണ് പറയുന്നത്. LBSൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളുടെ റിമാർക്സ് അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് റോങ് ആയവർ, അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിൻ്റെ അടുത്ത് റീ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെപ്റ്റംബർ 9 അത് റീ അപ്ലോഡ് ചെയ്യണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ റോങ് ആയവർ റിസർവേഷനൊക്കെ ഉള്ളതാണ്. സോ അത് കറക്റ്റായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.